വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരമില്ല. എല്ലാവരും കരമുയർത്തും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു എന്ന്. യേശുവിനെ സ്നേഹിക്കാത്തവരായി ആരും ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയില്ല. സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പല കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടാകും. ഞാനത് ചെയ്യുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, പരിഹാര പ്രവൃത്തി ചെയ്യുന്നുണ്ട്, നൊവേന നടത്തുന്നുണ്ട്. ഇങ്ങനെ പല ഭക്ത അഭ്യാസങ്ങളും പ്രിയമുള്ളവരെ നമുക്ക് പറയുവാൻ ഉണ്ടാകും. എന്നാൽ അതൊന്നും തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ല എന്ന് തിരുവചനം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് സത്യം. ദൈവത്തെ എപ്രകാരമാണ് ഒരു വ്യക്തി സ്നേഹിക്കുക? അവന് വേണ്ടി മറ്റ് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ദൈവം പ്രസാദിച്ചോളും സന്തോഷിച്ചോളും എന്ന് കരുതി നമ്മൾ 100 വട്ടം 100 കാര്യങ്ങൾ ചെയ്താലും ദൈവം അതിൽ സന്തോഷിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ്റെ ലേഖനത്തില് അതിൻ്റെ 5-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ കൽപ്പനകൾ അനുസരിക്കുക, പാലിക്കുക, അനുഷ്ഠിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇപ്രകാരം എത്ര പേര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? നമുക്ക് ദൈവത്തെ സ്നേഹമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്. ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. അയ്യോ, എത്ര പ്രാവശ്യമാണ് ഓരോരുത്തരും പറയുന്നത്. കരഞ്ഞു പറയും, സന്തോഷിച്ചു പറയും, ചിരിച്ചു പറയും, യേശുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നും ചെയ്യേണ്ട എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഈ വചനം വെച്ചാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ താരതമ്യപ്പെടുത്തേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്. ദൈവസ്നേഹത്തെ അളക്കുവാനായിട്ട് ദൈവം ഒരു അളവുകോല് തന്നിരിക്കുകയാണ്. അളവുകോല്
അളക്കാൻ ദൈവം ഒരു അളവുകോല് തന്നിരിക്കുക. എന്താണ് ആ അളവുകോല്? ദൈവവചനമാണ്. ഈ വചനം വെച്ചാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ ഏതളവിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ഏതളവ് വരെയാണ് സ്നേഹിക്കുന്നത് എന്ന് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാൻ പറ്റുന്നത് ഈ വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ദൈവത്തെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാം പ്രിയമുള്ളവരെ? ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ. ബൈബിൾ വായിക്കുന്നതിലൂടെയല്ല, ഒരധ്യായം മുഴുവൻ വായിച്ചു തീർക്കുന്നതിലൂടെയല്ല, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിൾ വായിച്ച് തീർക്കുന്നതിൽ മത്സരിക്കുന്നവരുണ്ട്. ബൈബിള് വായിക്കണം, വായിക്കരുത് എന്നുള്ള അർത്ഥമല്ല ഞാൻ പറയുന്നത്. എങ്കിലും പറയുകയാണ്, ബൈബിൾ വായിക്കുന്നതിലൂടെയല്ല, ബൈബിൾ പഠിക്കുന്നതിലൂടെയല്ല. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ വായിക്കുന്നത് എന്തിനാ? പഠിക്കാൻ. എന്തിനാണ് പഠിക്കുന്നത്? ധ്യാനിക്കാൻ. നമ്മൾ വചനം ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുന്നത് എന്തിനാ? ധ്യാനിച്ചങ്ങ് ഇരുന്നാൽ മതിയോ? എന്തിനാ ധ്യാനിക്കുന്നത്? നമ്മള് ധ്യാനിച്ച് മനസ്സിലാക്കിയ ബോധ്യത്തിൽ ജീവിക്കാൻ, അത് അനുഷ്ഠിക്കാൻ, അത് അനുസരിക്കാൻ വേണ്ടിയിട്ടാ. ആമേൻ. അപ്പൊ ബൈബിൾ വാങ്ങുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും ധ്യാനിക്കുന്നതിൻ്റെയും എല്ലാം ലക്ഷ്യം എന്താ? വചനം അനുസരിക്കണം. ദൈവവചനത്തെ, ദൈവം എന്നോട് സംസാരിച്ച ദൈവവചനത്തെ, ദൈവത്തിൻ്റെ ഹിതത്തെ, ഹിതം എന്താണെന്ന്, ദൈവഹിതം എന്താണെന്ന് ആ ആയിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ ധ്യാനിച്ചു കഴിയുമ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കുന്നവരായി മാറണം. അപ്പൊ അനുസരണത്തിലോട്ടാണ് നമ്മുടെ ഇതെല്ലാം നയിക്കേണ്ടത്. ഈ ഭക്ത കാര്യങ്ങളെല്ലാം, ഈ ആത്മീയ അഭ്യാസങ്ങളെല്ലാം, ഈ വായനയും പഠനവും എല്ലാം, ദൈവസ്വരം ശ്രവിക്കലും എല്ലാം ദൈവത്തെ അനുസരിക്കുന്നതിലേക്ക്, ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവവചനം നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന 10 പ്രാവശ്യം ദൈവമേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിലൂടെയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ പറയുന്ന വഴിയേ, അവൻ എന്ത് പറയുന്ന? വചനത്തിൻ്റെ വഴിയേ, വിശുദ്ധിയുടെ വഴിയേ, കൽപ്പനകളുടെ വഴിയേ നമ്മൾ ചരിക്കണം, നമ്മൾ ജീവിക്കണം. നമ്മൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, ഏതളവ് വരെ ദൈവകൽപ്പനകൾ അനുസരിക്കാറുണ്ട്? 10 കൽപ്പനകൾ എത്രമാത്രം അനുസരിക്കാറുണ്ട്? 10 കൽപ്പനയ്ക്ക് വെളിയിൽ അനേകം കൽപ്പനകൾ കിടക്കുന്നുണ്ട്. സുവിശേഷത്തിൽ മുഴുവൻ അനേകം കൽപ്പനകളാണ്. നമ്മൾ ചെയ്യുവാൻ നമുക്ക് ആഹ്വാനം നൽകിക്കൊണ്ട് കർത്താവ് പറഞ്ഞ കൽപ്പനകളാണ് അനേകം. ഗിരിപ്രഭാഷണം മുഴുവൻ കർത്താവിൻ്റെ കൽപ്പനകളാണ്. നാം ഇവയെ ഒക്കെ, എൻ്റെ പ്രിയമുള്ളവരെ, എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്? ഈശോയെ സ്നേഹിക്കുന്നത് പോലെ അതേപോലെ യേശുവിൻ്റെ വചനങ്ങളെ നമ്മൾ ഏറ്റെടുക്കാറുണ്ടോ, സ്വീകരിക്കാറുണ്ടോ? ഹല്ലേലൂയ. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ നോക്കൂ. മറിയത്തോട് ദൈവദൂതനിലൂടെ ദൈവം സംസാരിച്ചു. ഇന്ന് എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ദൈവദൂതനിലൂടെ
മാതാവിനോട്, മറിയത്തോട് ദൈവം സംസാരിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന പേര് ഇടണം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ജനിക്കാനിരിക്കുന്ന ശിശു അവൻ രക്ഷകൻ എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു. അപ്പൊ തന്നെക്കുറിച്ചുള്ള, മറിയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ദൂതനെ അയച്ചു തന്നെ മറിയത്തിനെ വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. തനിക്ക് കിട്ടിയ ഈ വചനത്തെ, കൽപ്പനയെ, വാഗ്ദത്തത്തെ മറിയത്തിന് സ്വീകരിക്കാം, തള്ളാം, സ്വീകരിക്കാം, നിരാകരിക്കാം. അതിനനുസരിച്ചാണ് തൻ്റെ ഭാവി ഇരിക്കുന്നത്. മറിയം എന്ത് ചെയ്തു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. നീ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞു അതുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ ദൈവവചനത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന, അഥവാ ഏറ്റെടുക്കുന്ന, സ്വീകരിക്കുന്ന ഒരു മാതൃക നമുക്ക് മറിയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായത്, യേശുവിൻ്റെ അമ്മയായത്. അതുകൊണ്ടാണ്. മാതാവ് അത് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യേശുവിൻ്റെ അമ്മയായില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, സമൂഹം എന്തു പറയും, എന്ത് ചിന്തിക്കുമെന്ന് നോക്കാതെ, തനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു കാര്യം തന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ മറിയം, കർത്താവേ ആ വചനം എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു, ആ വചനത്തെ ഏറ്റെടുത്തു. അങ്ങനെയാണ് അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായി മാറിയത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ്? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണോ? എല്ലാ ദിവസവും നൊവേനയ്ക്ക് പോകുന്നതാണോ? ഊട്ട് നേർച്ച നടത്തുന്നതാണോ? എല്ലാ ആഴ്ചയിലും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതാണോ? അതൊക്കെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞു ചെയ്യുക, അനുസരിക്കുക. അതാണ്. അത് തന്നെയാണ് മാതാവിന് സഭാ മക്കളായ നമ്മളോടും പറയാനുള്ളത്. ബൈബിളിൽ സമൂഹത്തോട് അല്ലെങ്കിൽ വിശ്വാസികളോട് പരിശുദ്ധ അമ്മയ്ക്ക് പറയാനായിട്ടുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. അതാണ് പൊതുജനത്തോട്, സമൂഹത്തോട്, വിശ്വാസികളോട്, മൂന്നാമത് ഒരാളോട് മറിയത്തിന് പറയുവാനിട്ടുള്ളത്. അവൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യണം. കുറച്ചും കൂടെ പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്തോണം. അനുഗ്രഹം ഉറപ്പാ. ബൈബിളിൽ മറ്റെല്ലാ ഭാഗങ്ങളിലും മാതാവിനെ കുറിച്ചാണ് പറയുന്നത്, മറിയത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മറിയത്തിന് നമ്മളോട് പറയാൻ ഈ ഒറ്റ കാര്യമുള്ളൂ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ഈ പരിശുദ്ധ അമ്മ മറിയം പറഞ്ഞത് സ്വീകരിക്കും.
മാതാവിനെ സ്നേഹിക്കുന്ന മരിയ ഭക്തര് ഇതനുസരിച്ചേ പറ്റൂ. 1000 കൊന്ത ചെല്ലുന്നവരും 10,000 കൊന്ത എണ്ണി തികയ്ക്കാൻ ശ്രമിക്കുന്നവരും മരിയ ഭക്തിക്കാരെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാതാവിനെ കൂടാതെ, മാതാവ് പറയുന്നത് അനുസരിക്കാതെ, മാതാവിന് വേണ്ടിയിട്ട്, മറിയത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കൊന്ത ചൊല്ലിയിട്ടോ ഒരു പ്രയോജനവും നമുക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നേക്കാം. ഇതൊന്നും ദുരുദ്ദേശത്തോടെ പറയുന്നതല്ല. നിങ്ങളുടെ ആത്മീകതയിൽ വളർച്ച നമുക്ക് ആവശ്യമാണ്. പക്വതയിലേക്ക് നമ്മൾ വളരേണ്ടത് ആവശ്യമാണിത്. അപ്പോൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ മക്കളോട്, സഭാമക്കളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. മാതാവിൻ്റെ സന്ദേശങ്ങൾ, മാതാവ് പ്രത്യക്ഷപ്പെട്ടു, സന്ദേശങ്ങൾ നൽകി എന്ന് പറഞ്ഞ് ആ സന്ദേശങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് നടക്കുന്ന പ്രിയ ദൈവ പൈതലേ, എഴുതപ്പെട്ട ബൈബിളിലൂടെ ഡയറക്റ്റായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, അവൻ കൽപ്പിക്കുന്നതെന്തും നമ്മൾ അനുസരിക്കണം. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ പല സ്ഥലങ്ങളിലും മാതാവ് പറഞ്ഞ വചനത്തേക്കാൾ, മാതാവിലൂടെ കിട്ടിയ മെസ്സേജിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വചനമാണ് എഴുതപ്പെട്ട ബൈബിളിൽ. ഡയറക്റ്റായിട്ട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്ത് പ്രത്യക്ഷീകരണങ്ങളിലൂടെ മാതാവ് സംസാരിച്ച പ്രത്യക്ഷീകരണ സന്ദേശങ്ങളെക്കാൾ പ്രാധാന്യം, പ്രിയമുള്ളവരെ, എഴുതപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിന്, വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. യേശുവിൻ്റെ വചനത്തിന്, അവൻ കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യണം. അപ്പോൾ യേശുവിൻ്റെ വചനം, സുവിശേഷം, സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് കൽപ്പിച്ച ഓരോ കാര്യങ്ങളും, അവൻ്റെ ഓരോ ഉപദേശങ്ങളും വളരെ വലിയ വില നമ്മൾ കൊടുത്തു വേണം അതിനെ കാണാൻ. യേശുവിനോളം വില അവൻ്റെ വാക്കുകൾക്കുണ്ട്. യേശുവിനോളം ശക്തി അവൻ്റെ വാക്കുകൾക്കുണ്ട്. അവൻ്റെ വാക്കിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കലാണ്. നിലവിൽ ഈ ലോകത്തിൽ ഇപ്പോൾ നമുക്ക് ഈശോയെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഈശോയെ സ്വീകരിക്കാൻ പറ്റുക ഈശോയുടെ വചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം, അവൻ പറയുന്ന വചനം, അവൻ കൽപ്പിച്ചിട്ടുള്ള വചനം ഇന്ന് ഞാൻ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ, അഥവാ ആ വചനം അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തുന്നതിലൂടെയാണ് ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദിവ്യകാരുണ്യത്തിലൂടെയുള്ള സ്വീകരണം എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ഒരു സ്വീകരണം ഉണ്ട്. അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ദിവ്യകാരുണ്യം സ്വീകരിച്ചാലും വിശുദ്ധ കുർബാനയ്ക്ക് പോയാലും ഈശോ പറഞ്ഞു ഒന്നും നമുക്ക് സ്വീകാര്യമല്ല. ദൈവോധനൊക്കെ മാറിക്കിടക്കും. അത് അവിടെ അങ്ങനെ കിടക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന് 14-ാം അധ്യായം 23-ാമത്തെ വാക്യവും പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യെസ്,
അങ്ങനെ കൽപ്പനകൾ പാലിക്കുന്നവനിൽ ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും. അപ്പൊ ആരുടെ അകത്താണ് ദൈവം? ഞങ്ങൾ ആരാ? ഞങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധ ത്രിത്വം തന്നെ വരികയാണ്. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലോട്ട് യേശുവും വരും, പിതാവായ ദൈവവും വരും, പരിശുദ്ധാത്മാവും വരിക. പരിശുദ്ധ ത്രിത്വം വന്ന് ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതെന്തൊരു സീക്രട്ടാ പ്രിയമുള്ളവരെ! എന്തൊരു അഭിഷേകമായത്! എന്തൊരു യാഥാർത്ഥ്യമായത്! ഈ അനുഭവം ഉണ്ടാകാൻ വേണ്ടി ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, വചനം അനുസരിച്ചാൽ മതി. വന്ന് നിറയണമേ എന്ന് പറയണ്ട, വചനം അനുസരിച്ച് പുള്ളി തന്നെ വന്നോളും. ദൈവം വന്ന് നിറയണമേ എന്ന് പറയണ്ട. എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കൽപ്പനകൾ പാലിക്കും. കൽപ്പന പാലിച്ചാൽ മതി, അപ്പോൾ അവരിങ്ങോട്ട് വന്നോളും, നമ്മളിൽ വന്ന് നിറയും. അപ്പം നമ്മൾ ദേവാലയമായി മാറ്റപ്പെട്ടു. വലിയൊരു അഭിഷേകമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച, ഈ ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ, ആഴത്തിൽ പതിയട്ടെ. ഇതൊന്ന് ധ്യാനിച്ചേ, ഇന്ന് സ്വീകരിച്ചേ. സന്ദേശത്തെ മാതാവ് ഏറ്റെടുത്തതുപോലെ ഒന്ന് ഏറ്റെടുത്തേ, ഒന്ന് അപ്ലൈ ചെയ്തേ, ഒന്ന് ജീവിച്ച് നോക്കിക്കേ, ഒന്ന് ചെയ്ത് നോക്കിക്കേ. ദിവസങ്ങൾ, നാളുകൾ കഴിയുമ്പോൾ അത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് ഈ തിരുവചനം നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരട്ടെ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ വചനത്തെ, ദൈവവചനത്തെ, വചനത്തിലൂടെ, ബൈബിളിലൂടെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കുവാനായിട്ടുള്ള വലിയൊരു താല്പര്യമുണ്ടാകട്ടെ. അനുസരിക്കുവാൻ ഒരു തീരുമാനമുണ്ടാകട്ടെ. അതിനുവേണ്ട കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവും നമുക്ക് നൽകും. കർത്താവേ, നിന്നെ അനുസരിച്ചുകൊണ്ട്, നിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കാൻ കൃപ എനിക്ക് നൽകണമേ. ഈ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ കാഴ്ചപ്പാട് ഈ എല്ലാ മക്കളും പേരും വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അത്യുന്നതന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കർത്താവേ കൃപയൊഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. വചനത്തെ സ്നേഹിക്കുവാൻ, വചനം അനുസരിക്കുവാൻ, വചനത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ തക്കവിധം കൃപ ഇവിടെ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തിയുടെ അഭിഷേകം ഈ മക്കളുടെ മേൽ വരട്ടെ, 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 വരട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഫയർ അനോയിന്റിംഗ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.
വരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.